കഴിഞ്ഞ ദിവസം ആ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് പാല ഒരു സ്കൂളിൽ വെച്ച് 9ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയെ കുട്ടികളെല്ലാവരും ചേർന്ന് നഗ്നനാക്കി റീൽ ചിത്രീകരിച്ച ഒരു പരാതി പിതാവ് പോലീസിൽ പരാതിപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരാൻ നമ്മൾ ഒരുപാട് തവണ അതിനെ കുറിച്ച് സംസാരിച്ചതാണ്. യഥാർത്ഥത്തിൽ അധ്യാപകരാണോ പ്രതികൾ, വിദ്യാർത്ഥികളാണോ പ്രതികൾ, അതോ സമൂഹമാണോ പ്രതികൾ? ഇവിടെ അധ്യാപകർ പ്രതിയാവുന്നൊരു ഭാഗമുണ്ട്. കാരണം നമ്മൾ ചൈൽഡ് റൈറ്റ് ആക്ട് പ്രകാരം കുട്ടികൾ ഏതുതരം കുറ്റവാളികളാണ് എന്ന് വിളിക്കാൻ പോലും പാടില്ല. അവരുടെ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് വിളിക്കേണ്ടത്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ പുറത്ത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് കൃത്യമായും കുറ്റകരമായ കാര്യം തന്നെയാണ്. അത് അധ്യാപകരും പൊതുസമൂഹവും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മീഡിയ അത് അറിയാവുന്നത് കൊണ്ട് പല മീഡിയകളും ആ വീഡിയോ ഇട്ടപ്പോൾ ആ കുട്ടിയെ മാസ്ക് ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്തത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ടത് മുഴുവനും മാസ്ക് ചെയ്യാതെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടവർ പോലും കുറ്റവാളികളാവും എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതൊരു നിയമപരമായിട്ടുള്ളൊരു സംവിധാനം അങ്ങനെയാണ് കിടക്കുന്നത്. നിയമപരമായി തീർച്ചയായും അങ്ങനെയാണ് ഉണ്ടാവുക. അത് ഒരു പക്ഷേ ആരെങ്കിലും മുന്നോട്ട് പോവില്ലേ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുമെന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ കൗമാരം എന്ന് പറയുന്നത് ഒരുപാട് പഠന വിധേയമാക്കിയ, ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ള, അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെ മനസ്സിലാക്കിയൊരു മേഖലയാണ്. അപ്പോൾ ഈ മനഃശാസ്ത്രത്തിലെ ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് എന്ന് വിളിക്കുന്നുണ്ട്. ഓരോ സ്റ്റേജിൻ്റെയും ട്രാൻസിഷൻസ്, പരിവർത്തനം നടക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിൽ ആ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ കുട്ടിയിലെ സ്വഭാവമാറ്റം ഉണ്ടാവും. അത് ഒന്ന് തുടങ്ങുന്നത് 3ൻ്റെയും 4ൻ്റെയും ഇടയിലാണ്. ആ സമയത്ത് നമ്മൾ പറയാറ് 4ാം വയസ്സിലെ നട്ടപ്രാന്ത് എന്നാണ്. ഇതേ പ്രാന്ത് 6ാമത്തെ വയസ്സിൽ സംഭവിക്കും. അത് ഈ പ്രാന്ത് പോലെ ആയിരിക്കില്ല, വേറെ ഒന്നായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് 13ാമത്തെ വയസ്സിൽ വേറൊരു നട്ടപ്രാന്ത് വരാനുണ്ട്. അത് 19 വരെ തുടർന്ന് നിൽക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ ടീൻ ഏജ് എന്ന് വിളിക്കുന്നത്. അതായത് ഇംഗ്ലീഷിൽ ടീനിൽ അവസാനിക്കുന്ന ഒരു ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു കാലത്ത് തലച്ചോറിൽ നടക്കുന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഒരു തലച്ചോറിൻ്റെ ഒരു കെമിസ്ട്രി എന്നൊക്കെ വേണം അതിനെ പറയാം. അവിടെ നമ്മൾ കുറേ കാര്യങ്ങളെ പ്രൂണിങ് എന്ന് വിളിക്കുന്ന ഒരു സംഭവമുണ്ട് തലച്ചോറിൽ. അതായത് കുറേ ആവശ്യമില്ലാത്തതിനെ നമ്മൾ ഈ ചെടി പ്രൂൺ ചെയ്യുന്നത് പോലെ തന്നെ ആവശ്യമില്ലാത്തതിനെ കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു സാധനം. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കൗമാര കാലഘട്ടത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നതിനേക്കാൾ കൂടുതൽ വൈകാരികമായി ഇടപെടുക എന്നത് ഈ കുട്ടികളുടെ ഒരു പ്രത്യേകതയായിരിക്കും. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള പ്രായമായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ കുട്ടികൾ ചെയ്യുന്ന തെറ്റിനെ തെറ്റായിട്ട് കാണാതെ പോകുന്നത്. കാരണം ചിന്തിച്ച് തെറ്റിനെ മനസ്സിലാക്കിയിട്ടല്ല അവർ ചെയ്യുന്നത് എന്നത്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും രണ്ടല്ല ഒരുപാട് കാര്യങ്ങൾ പ്രധാനമായും കാണിക്കുക. ഒന്ന്, അനുകരണമാണ്. അവരെന്താണോ കാണുന്നത് അതിനെ അനുകരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളത് കാണിക്കരുത് എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. അന്ന് സെൻസർ ബോർഡ് പ്രായപൂർത്തിയവർ മാത്രം കാണേണ്ട സിനിമകളുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ പല സിനിമകളും അങ്ങനെയാണ്. അവരുടെ സെൻസർ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ അതിൽ എ എന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അവരുടെ പോസ്റ്ററിൽ അത് വെക്കാറില്ല. ഇപ്പോൾ ഇത്തരം അഡൾട്ട്സ് ഓൺലി ആണ് എന്ന് പറയാറില്ല. ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നത്തിന് നിദാനമായിട്ടുള്ള സിനിമയൊക്കെ, പുഷ്പ എന്ന് പറയുന്ന സിനിമ അനുകരിച്ചാണെന്നാണ് കുട്ടികൾ പറയുന്നത്. ആ സിനിമയൊക്കെ എ സർട്ടിഫൈഡ് സിനിമയാണ്. അഡൾട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും കുട്ടി കാണുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവും എന്നതാണ് അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ടാണ് കാണരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ, പാലക്കാടിലെ കേസിൻ്റെ കാര്യം വന്നാൽ, ഈ കൗമാരക്കാലത്തുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഷോർട്ട് ടെമ്പേർഡ് എന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവസാനിക്കുകയും ചെയ്യും. ഈ അധ്യാപകൻ്റെ മുൻപിൽ പൊട്ടിത്തെറിച്ച കുട്ടി ഒരു 10 15 അല്ലെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇതേ സ്റ്റാഫ് റൂമിൻ്റെ അല്ലെ ഓഫീസ് റൂമിൻ്റെ മുമ്പിൽ കരഞ്ഞിരിക്കുന്നത് കാണാം നമുക്ക്. ഞാൻ നേരത്തെ ഒരുപാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്തതാണ്. ആ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കുറേ പൊട്ടിത്തെറികൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ട കുട്ടിയോട് നമ്മൾ ആ സമയത്ത് ഒന്നുകിൽ നമ്മൾ മാനസികമായ, അതായത് മുതിർന്നവരാണ് എപ്പോഴും മാനസിക നിലവാരം വീണ്ടെടുക്കാനുള്ള ചിന്താശേഷിയുള്ളവർ, അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിൻ്റെ ടീച്ചറല്ലേ എന്ന് ചോദിക്കാനുള്ള മനക്കരത്തിന് ഒരു വിചാരത്തിന് പകരം അധ്യാപകർ അങ്ങോട്ടും തട്ടിക്കയറുമ്പോൾ ആരുടെയാണ് ചിന്തയില്ലാത്തതെന്നൊരു ചോദ്യത്തിൽ ആരാണ് പ്രതി എന്നതിൻ്റെ ഉത്തരം കിട്ടും.